എൻ്റെ പേര് ഇന്ദുലേഖ. 94കളിലാണ് ശരിക്കും നിങ്ങളുടെ മൈത്രേയൻ, ജയശ്രീ എന്നീ പേരുകൾ കേട്ടിട്ടുള്ളത്. ഹൈസ്കൂൾ പഠനകാലങ്ങളിലാണ്. അപ്പോൾ നിലവിൽ ഉള്ള ഒരു വിവാഹം അല്ലെങ്കിൽ കുടുംബം അങ്ങനെ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അന്ന് ചിന്തിച്ചു. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഒരു ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു പേരായിരുന്നു മൈത്രേയൻ. ഇപ്പോൾ ഈ നിലവിലായാലും നമ്മൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ധാരാളം വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അന്ന് ഒന്നിച്ച് കുടുംബം, വിവാഹം എന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത സങ്കല്പത്തിലൂടെ വന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞു കേട്ടു, ഞാൻ എൻ്റെ കുടുംബം പിരിച്ചുവിടുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ അത് തെറ്റായ രീതിയിൽ സമൂഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ പങ്കാളി അല്ലെങ്കിൽ മകൾ എല്ലാവരും നമ്മൾ ഒന്നിച്ചാണ്, അവർ ഇങ്ങനെ പിണക്കി വിടുന്നു എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് കേൾവിക്കാർ. പക്ഷെ അങ്ങനെ അല്ല എന്ന് പിന്നീട് ഉള്ള സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 ചോദ്യമാണ്. ഇത്തരത്തിൽ ചിന്തിക്കാൻ, ഞാൻ അത്തരം ചിന്തകളെ ആരാധനയോടെ കണ്ട ആളാണ്. എനിക്ക് അങ്ങനെ ഒരു പങ്കാളിയെ കിട്ടണമെന്ന് അക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്, കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അത്തരത്തിലൊരു ചിന്തിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ രണ്ടാമത്, നമ്മുടെ സമൂഹം, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം എന്നത് തെറ്റായ ചിന്തയാണെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു മൃഗത്തിന് തുല്യമായി അല്ലെങ്കിൽ മറ്റൊരു കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു രീതിയല്ലേ എന്നുള്ള 2 സംശയങ്ങളാണ് എനിക്കുള്ളത്. ഈ കുടുംബം, ഞാനിവിടെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മനുഷ്യകുലത്തിൽ നിന്ന് രാജിവെച്ചെന്ന് പറഞ്ഞ് 2 കാര്യമാണ് ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നും ആരും കേട്ടതേ ഇല്ല. ആകെ ആളുകൾ ചോദിച്ചപ്പോൾ പിന്നെ ഈ കുടുംബമൊക്കെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു കുടുംബം പിരിച്ചുവിട്ടു എന്ന് ഞാൻ പറഞ്ഞു. അതുമാത്രമാണ് ആകെ ഓടിയ ഒരു കഥ. മറ്റേ 2 എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അതൊക്കെ ചെയ്യാനാണ് പോയത്. ഈ കുടുംബം പിരിച്ചു വിട്ടെന്ന് പറയുന്നത്, കാക്ക കൂടുണ്ടാക്കത്തില്ലേ, മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പാണ്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൂട് അങ്ങ് വിട്ടുപോകും. അടുത്ത തവണ മുട്ടയിടാൻ നേരത്ത് മാത്രമേ വീണ്ടും ഈ കൂട് കെട്ടത്തുള്ളൂ. അപ്പം നമുക്ക് പിന്നെ കുറച്ചുകൂടെയൊക്കെ ബുദ്ധിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇനിയും പിള്ളേരെയൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇനിയും ഞാൻ ഇത് സ്വത്താണെന്ന് കണ്ടുപിടിച്ച മനുഷ്യർക്കാണ് ഈ പറയുന്ന തരത്തിലുള്ള വിരകളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ പണി എന്താണ്? പിരിഞ്ഞു പറന്നുപോയ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന, കൂടുമായിട്ടിരിക്കുന്ന വയസ്സന്മാരുടെ കൂട്ടായ്മയാണ് ഇന്ന് കേരളം. എന്നാൽ ഞാൻ രാവിലെ തൊട്ട് തൂത്തോണ്ടിരിക്കും. എന്തിനാണ് ഈ തൂക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞോളൂ. കാരണം ആരും വരാൻ പോകുന്നില്ല. നമ്മൾ വളർത്തിയതെല്ലാം പഠിക്കാനും വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത പിള്ളേരാണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് വേറെ വല്ലയിടത്തുമായിരിക്കും. അവർക്ക് ഒരിക്കലും തിരിച്ചു വരാനൊക്കത്തില്ല. പക്ഷെ അവർ വരും എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറി. പണ്ടങ്ങനെ അല്ലാതിരുന്നു. എന്തുകൊണ്ടാണ്? കൃഷി ചെയ്യുന്ന കുടുംബങ്ങളായിരുന്നുണ്ട്. കൃഷി ചെയ്തിരുന്ന കുടുംബങ്ങളിനകത്ത് അമ്മയുടെ അച്ഛൻ്റെയും സ്വത്തിൽ തന്നെ പണിയെടുത്ത് കൃഷിക്കാരായിരിക്കുന്നത് കൊണ്ടാണ് മക്കൾ കൂടെ കഴിഞ്ഞിരുന്നത്. ഇവിടെ സ്കൂളൊക്കെ ഈ നാരായണഗുരുവും അയ്യങ്കാളിയും അവരുടെയൊക്കെ കാലത്ത് അതൊരു ബ്രിട്ടീഷുകാർ വന്ന് ജോലി വേണമെന്നൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ സ്കൂളുണ്ടാക്കിയ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ഓർക്കണം. മക്കൾ വീട്ടിൽ വേണമെങ്കിൽ സ്കൂളിൽ വിടരുത്. അവരെ വീട്ടിൽ നിർത്തി കൃഷിയൊക്കെ പഠിപ്പിക്കണം. നിങ്ങളുടെ അറിവൊക്കെ കൊടുക്കണം. അപ്പോൾ അവരവിടെ കറങ്ങി പിടിച്ച് നിൽക്കും. കാരണം ഈ സ്വത്തില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് അവർ ജോലി ചെയ്യാനായിട്ട് വല്ലയിടത്തുമൊക്കെ കൊണ്ടുപോയിട്ട് അവർ പിന്നെ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആ കുടുംബമാണ് ഞാൻ ഈ പിരിച്ചു വിട്ടത്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ വളർത്തി 20 വയസ്സായി. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 18 വയസ്സ് വരെ നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ 2 കൊല്ലം കൂടെ അധികം നോക്കിയിട്ടുണ്ട്. അതിനുള്ള വാടക എന്ന് ഇനി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ ഇച്ചിരി പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ 2 കൊല്ലത്തെ വാടകയ്ക്കൊക്കെ കണക്ക് കൂട്ടിയെടുക്കാനുണ്ട്. എന്നാലും ഒരു 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രവൃത്തി തീർന്നു എന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ കുഞ്ഞിനെ കളയോ എൻ്റെ പാർട്ട്ണറെ ഉപേക്ഷിക്കുകയോ ഒന്നുമല്ല. കുടുംബം കഴിഞ്ഞു എന്നുള്ളതാണ്. കുടുംബം തീർന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ്. ഞാനാണെങ്കിൽ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അത് കാരണം കൊണ്ട് എനിക്ക് ഈ കുടുംബം പിരിച്ചുവിടാൻ ഒരു പാടില്ലായിരുന്നു. കാരണം വാടക കൊടുക്കാതിരുന്നാൽ മതി. ഇത് നിങ്ങളെല്ലാവരും കൂടി ഈ ഭൂമിയൊക്കെ മേടിച്ച് പെരയൊക്കെ വെച്ചാൽ പിന്നെ ഇതെങ്ങനെ പിരിച്ചു വിടാൻ? ഇതെവിടെ നിൽക്കുകയല്ലേ? ഭൂമിയിൽ മാറ്റം വരുത്തിയതില്ലേ? കുഴഞ്ഞു പോവും. അതുകൊണ്ട് തൂത്തും തുടച്ചുമൊക്കെ എല്ലാവരോടും ഇരുന്നു.
അത്രേ എനിക്ക് പറയാനുള്ളൂ. ദൈവവിശ്വാസം പുരാതന കാലം മുതൽ മനുഷ്യനിൽ രൂപപ്പെട്ടതെങ്ങനെ? എനിക്ക് മനസ്സിലായതാ പറയുന്നത്. നേരത്തെ ഇവിടെ എങ്ങനെയാണ് ഈ എക്സ്പെർട്ടുകളൊക്കെ ഉണ്ടാകുന്നവരിടത്തൊക്കെ ചോദിച്ചും പറഞ്ഞിട്ടൊക്കെ വേണമെന്ന് അയാൾ പറഞ്ഞതിനോട് മുഴുവൻ ഞാൻ യോജിപ്പുള്ള ആളാണ്. അയാൾ പറഞ്ഞായിരുന്നു. അതൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്കിങ്ങനെ പറയാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞായിരുന്നു. വെറുതെ ഞാനൊരു എക്സ്പെർട്ടാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. എനിക്ക് ഒരെണ്ണത്തിലും എക്സ്പെർട്ട്നെസ് ഇല്ലാത്ത ഒരാളാണ്, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്ന ഒരു സാധനവും നിങ്ങൾക്ക് ആർക്കും അയാളുടെ ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞത് ഒന്നിനനുസരിച്ച് ഞാൻ നിൽക്കത്തേ ഇല്ല. പിന്നെ വേണമെങ്കിൽ എടുത്താൽ മതി. ഇപ്പോൾ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് പറയുക, മനുഷ്യർ ഒരു സംഘജീവിയാണ്, സംഘത്തിനകത്ത് മാത്രമുള്ള ജീവിയാണ്. ആ സംഘത്തിനകത്തിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങളായിട്ടേ ജനിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്നത് കൊണ്ട്, അതും നമുക്കറിയാവുന്ന ജീവികളിൽ ഇത്ര നിസ്സഹായമായ മറ്റൊരു കുഞ്ഞ് ഇതുപോലില്ല. അത്ര നിസ്സഹായമായ ഒരു കുഞ്ഞാണ്. അപ്പോൾ കുരങ്ങൻ്റെ കുഞ്ഞു പോലും ജനിച്ചാൽ അമ്മയുടെ ശരീരത്ത് പിടിച്ചിരിക്കാനറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിടിക്കാനും അറിഞ്ഞൂടാ, തലതിരിക്കാൻ പോലും അറിയില്ല. നമ്മൾ നോക്കിയില്ലെങ്കിൽ ചത്തുപോകും. അങ്ങനെ കുട്ടികളായി ജനിക്കുന്നവരാണ് നമ്മൾ. തീർത്തും നമ്മുടെ മുൻഗാമികളായ ആളുകളെ ആശ്രയിക്കാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. ആശ്രിതത്വമുള്ള ഒരു ജീവിയാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നത്. അടുത്തത് ഈ വശം, ഇത് ഞാൻ ഈ പറഞ്ഞ വശം ഒന്ന് അറിഞ്ഞോ. ആശ്രിതത്വമുള്ള ഒരു ജീവിയാണ്. അടുത്തതെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ ആന്തരികമായ ലോകം. മനസ്സൊന്നും അകത്തിരിപ്പില്ല, നമ്മൾ പേരിട്ടതാണ്. തിരുവനന്തപുരം എന്ന് പേരിട്ടതുപോലെ ഇട്ടതാണ്. ആന്തരികമായ പ്രവൃത്തികളുടെ ആകത്തുകയെയാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത്. അല്ല, മനസ്സും ശരീരവും എന്ന് പറഞ്ഞ് രണ്ട് ഇരിപ്പില്ല. ആന്തരികമായ മനോവ്യാപാരം എന്ന വീണ്ടും വാക്കുള്ളു. ആന്തരികമായ നമ്മുടെ തലച്ചോറിൻ്റെയോ ശരീരത്തിൻ്റെയോ ആയ ആകെയുള്ള പ്രവർത്തനങ്ങൾ, ആന്തരികമായ പ്രവർത്തനങ്ങൾക്ക് നമ്മളിട്ട പേരാണ് മനസ്സ്. അല്ലാതെ അകത്ത് മനസ്സിരിപ്പില്ല. ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് വീണ്ടും എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഭാഷ ഒന്നും ഇനിയിപ്പോൾ ഉടനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതിനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ ആന്തരിക ലോകത്തിനകത്ത് നമുക്ക് ലോകത്ത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതിനെ സംശയത്തോടെ നോക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്ന പ്രോസസ്സുകൾ, പ്രക്രിയകളായിട്ട് ഉണ്ട്. അത് ഒരു സംഘജീവി ആയത് കാരണം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്തേ എപ്പോഴും നമ്മൾ നിൽക്കും. നമ്മളൊരു കുഞ്ഞിനെ നോക്കിയാൽ മതി. ആ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കും, ഡാൻസ് ചെയ്യും, പറ്റും, നമ്മളെല്ലാം ചെയ്യും. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉറക്കെ സംസാരിക്കുന്നവരെ തന്നെ ഇന്നും നമ്മൾ ചെയ്യും. പിന്നെ വല്ലവരും വരുവാണെങ്കിൽ പാട്ടാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ സംസാരം. അതേ സമയത്ത് സ്വല്പം ഒന്ന് തലയ്ക്ക് കുഴപ്പം വന്നാൽ ഉടനെ തന്നെ സംസാരം പുറത്താകും. അപ്പോൾ നമ്മൾ പറയും ഇവന് ഇളക്കമായി എന്നൊക്കെ പറയും. പക്ഷേ ഇത് നിരന്തരമായ ആന്തരികമായ ഒരു ഡയലോഗ്, ഒരു സംവാദമുണ്ട്. ആന്തരികമായി നിരന്തരം നടക്കുന്ന ഒരു സംവാദം ഉള്ള ജീവിയും കൂടാണ്. അതെന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡയലോഗ് ഇങ്ങനെ നടക്കും. അതാണോ ഇതാണോ മറ്റേതാണോ എന്ന് പറയുന്ന ഒരു ഡയലോഗുള്ള ജീവിയും കൂടാണ്. ഇനി വേറെ, ലോകത്ത് ജീവികളിലായിട്ട് ജീവിക്കുന്ന ജീവികളെല്ലാം ജീവിക്കുമ്പോൾ അവരെന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ ഒരു വടിയെടുത്ത് ഉപകരണമാക്കിയ കുരങ്ങുണ്ട്, അല്ലെങ്കിൽ ഒരു വടി
എടുത്ത് ഉപകരണമാക്കിയ ഒരു കാക്കയുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിന് രൂപമാറ്റം വരുത്തുന്ന ഒരു ജീവി മനുഷ്യരാണ്. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന മൈക്രോഫോണൊക്കെ ഉണ്ടാക്കുന്നവരായിട്ട് മാറിയത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ മറ്റെല്ലാ ജീവികളെ പോലെയും ഒരു വടിയെടുത്ത് അടിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയുന്നു എന്ന് പറയുന്ന അല്ലാതെ ആ കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് ഇനി ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തി കൊണ്ട് നടക്കുന്ന ഒരു കല്ലു. അപ്പോൾ അതിനൊരു വാത്തല എന്ന് പറഞ്ഞാൽ ഒന്ന് ചീകാനോ മുറിക്കാനോ പറ്റുന്ന നിലവാരത്തിൽ കല്ലിനൊരു ഇതുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു കല്ല് കളയാതെ കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ഉപകരണമായി മാറും. ഇതിനാണ് ഇംഗ്ലീഷിൽ സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടത്തിൽപ്പെടുന്ന നമ്മളെല്ലാം ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻ എന്നാണ് നമ്മളെ പറയുന്നത്. പക്ഷെ ഹോമോ എന്ന് പറയുന്ന ജനിതകത്തിൽപ്പെടുന്ന മറ്റ് നമ്മളെപ്പോലെ നമ്മുടെ കസിൻസൊക്കെ ആയിട്ടുള്ള വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുമൊക്കെ ഈ കല്ലെടുത്ത് ഉപകരണമാക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു 3-4 ലക്ഷം വർഷം ഒരേപോലെ കല്ല് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരാണ്. അതിന് ശേഷമാണ് അതിനൊരു പിടിയിടാം എന്ന് കണ്ടെത്തുന്നതും അതിൻ്റെ വായ്ത്തലയ്ക്ക് കുറച്ചുകൂടെ എന്താ പറയണ്ടേ മൂർച്ച, ഇംഗ്ലീഷിൽ ഷാർപ്നെസ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ കത്തികളൊക്കെ കല്ലുള്ളികൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മുടെ കരവിരുതും കൂടെ അങ്ങോട്ടിട്ട് രൂപമാറ്റം വരുത്തിയതിനെയാണ് ഉണ്ടാക്കി എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രക്രിയ ആരംഭിച്ചപ്പോഴാണ് നേരത്തെ ഇവിടെ ഇരുന്ന ആൾ മാറിപ്പോയി. നേരത്തെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം മനുഷ്യർക്ക് ചോദ്യം തുടങ്ങിയത് നമ്മൾ ഈ ഓരോന്നുണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സ്റ്റൂൾ ആരാ ഉണ്ടാക്കിയത്? അത് കൃഷ്ണനാ അല്ലെങ്കിൽ ജോസഫാ, അതൊക്കെ എല്ലാവർക്കും ഉത്തരവായി. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഇതെല്ലാം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കലുകാരനെ കണ്ടുപിടിക്കാൻ ബാധ്യത വന്നതാണ് ഈ ദൈവം എന്ന് പറയുന്ന സാധനത്തിന് മനുഷ്യർ. ഈ 3 ഒന്നിച്ച് വരും. നമുക്കൊരു ആന്തരിക, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ ഈ പശുവിനെ ആടിനെയൊക്കെ മേയിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായി പോകും കാട്ടിൽ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, പേടി വരും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പാട്ടൊക്കെ പാടും, ചൂളമൊക്കെ കൂത്തും. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലൂട്ടൊക്കെ വായിക്കാൻ പഠിക്കുന്ന അവിടെ ഇരുന്നിട്ടാണ്. എങ്ങനെയെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കി ഒന്ന് കേൾക്കണം ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അടുത്തിരിക്കുന്ന കല്ലിന് കാര്യം പറഞ്ഞോളൂ. ആ കല്ലിന് അത് കഴിഞ്ഞ് അതിനൊരു പൊട്ടിടും. അപ്പോൾ നമ്മളെപ്പോലെ ഒരു രൂപമൊക്കെ അത് നമ്മുടെ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ദൈവത്തിനെ ഉണ്ടാക്കിയത്. ഈ അടുത്തിരിക്കുന്ന ആൾ കാര്യം പറയാൻ ഒരാൾ വേണ്ടേ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഗോസിപ്പ് ചെയ്യത്തേ ഇല്ല ദൈവം. അതൊരു വലിയ ഗുണമാണ്. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മുടെ പെണ്ണുമ്പിള്ളയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റമൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്. ആ പറയുമ്പോൾ അത് അയലത്തുകാരോടെല്ലാം പറഞ്ഞു വരത്താതിരിക്കാൻ കൊള്ളാവുന്നൊരു സ്ഥലമാണ് ഈ അമ്പലവും പള്ളിയൊക്കെ. അതുകൊണ്ട് ഈ ആളുകൾ ഇപ്പോഴും പോകുന്നത് ഈ ഗോസിപ്പ് ചെയ്യാൻ പോകുന്നതാണ്. പറഞ്ഞു വരത്താത്തില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വശം നിൽക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അടിയന്തരമായ ഒരു സമാധാനം കൊടുക്കുന്ന ഒരു സ്ഥലം അതിനകത്തുണ്ട്. കാരണം ഒന്ന് പറഞ്ഞൊഴിയുക, വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ആന്തരിക ഡയലോഗ്, ഇതിന് അകത്തൊരു സംസാരം നടക്കുന്നതിൻ്റെ മറുവശത്തിരുത്തുന്ന ഒരാളിനെ കണ്ടെത്തിയതാണ് എല്ലാ കുലത്തിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച കുലദൈവങ്ങളാണ് ആദ്യം ഈ നേരത്തെ പറഞ്ഞ സാധനം. അങ്ങനെ കുലദൈവങ്ങളുടെ ഇല്ലാത്ത ഒരു ഗോത്രവും ഇല്ല. അത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയത് ആരാണെന്നുള്ളത്, നമ്മൾ പറഞ്ഞ ഉളി ഉണ്ടാക്കിയത് ആരാന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന പോലെ ഈ ലോകമാരുണ്ടാക്കി എന്നുള്ള ചോദ്യം വന്നപ്പോഴുണ്ടായ ഉത്തരമാണ്. ഈ ഉത്തരത്തിനകത്ത് നേരത്തെ പറഞ്ഞ സംസാരിക്കാൻ കൊള്ളാവുന്ന ഒരാളുവാകണം.
അങ്ങനെയാണ് പേഴ്സണൽ ഗോഡ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഗോഡിലുള്ള എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കാര്യം പറയാനൊരാൾ വേണം, ഒരുത്തനും ഇല്ലെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഉറക്ക ജപിക്കും, ഒരു ആകെ ഒരു അന്തരീക്ഷം ഉണ്ടാകും, നല്ല സമാധാനമൊക്കെ. അപ്പം ഇത് ഈ മനുഷ്യൻ്റെ നിലനിൽപ്പ് ചിന്തയായിട്ട് സംഘത്തിലായതുകൊണ്ട് ഒറ്റപ്പെടുന്നത് ആലോചിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് സംഘജീവിയാണെന്നും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. കിടന്ന് കരഞ്ഞിട്ട് വേണം ആരെങ്കിലും സംഘടിപ്പിക്കാൻ. ജനിച്ചാൽ കാര്യം പറയാനൊക്കെ അതേമാതിരി 3 വയസ്സ് കഴിഞ്ഞ് കരഞ്ഞാൽ ഉടനെ തന്നെ അമ്മയും അച്ഛനും പറയും കരയണ്ട പറഞ്ഞാൽ മതി എന്ന്. അന്ന് തൊട്ട് നമുക്ക് നല്ല പ്രശ്നമാണ്. കരയേണ്ടി മുഴുവനും ഉത്തരവാദിത്വം പിന്നെ നമ്മളെടുക്കണം. മറ്റേ ചുമ്മാ കിടന്ന് കരഞ്ഞാൽ മതി. വയറ്റ് വേദന വന്നിട്ടാണോ കരഞ്ഞത്, ചെവി വേദന വന്നിട്ടാണോ കരഞ്ഞത്, ഉറുമ്പ് കടിച്ചിട്ടാണോ കരഞ്ഞത്, ഉറക്കം വന്നിട്ടാണോ വിശന്നിട്ടാണോ കരഞ്ഞത്, ഇതൊക്കെ നമ്മൾ ഈ ശരീരത്തിൽ, കുഞ്ഞിൻ്റെ ശരീരത്തിൽ നോക്കി കണ്ടുപിടിക്കുന്നത്. വളഞ്ഞു കുത്തിയാണ് കരയുന്നതെങ്കിൽ വയറ്റ് വേദന ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെവിയേൽ ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ചെവിയിൽ ഉറുമ്പ് കയറി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചിണുങ്ങുന്ന പോലെ കരയുന്നെങ്കിൽ ഉടനെ നമുക്കറിയാം ഇത് ഉറക്കം വന്നിട്ടാണ് കരയുന്നത്. വാവിട്ടാണ് കരയുന്നെങ്കിൽ നമുക്കറിയാം എന്തോ ഒന്ന് കടിച്ചിട്ടാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെയല്ല, നിർത്തുന്നില്ല കരച്ചിൽ, വിശന്നിട്ടാണ്. ഇങ്ങനെ നമ്മൾ അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് കുഞ്ഞിൻ്റെ കരച്ചിലെല്ലാം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്ന. അപ്പോൾ ഈ കരച്ചിലെന്ന് പറയുന്നത് മറ്റുള്ളൊരാളെ ആകർഷിച്ച് കൊണ്ടുവന്ന് നമുക്കനുസരണ, ഈ ഭയങ്കര തടിയനായ ഒരു അച്ഛനെയോ അമ്മയെയാണ് ഈ അനുസരിപ്പിക്കുന്ന ഈ പേട്ട് സാധനം മനസ്സിലാക്കണം. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇണക്കാൻ ചെയ്യാവുന്ന, കരഞ്ഞും വിളിച്ചും എങ്ങനെങ്കിലും ഇണക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ഉണ്ടാക്കുകാരനോടൊന്ന് പറഞ്ഞാൽ സംഭവം അങ്ങ് നടക്കും എന്നറിയാം. പിന്നെ അയാൾക്ക് ഈ സകല കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയ ആളല്ലേ, അയാളോട് പറഞ്ഞാൽ കാരണം അയലത്തുകാരൻ്റെ കാലൊടിയണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. അതൊന്ന് അപ്പോൾ അതിനുള്ള കാര്യമൊക്കെ ഞാൻ പറയും. അവൻ്റെ കാലൊന്ന് ഒടിയണം. അപ്പോൾ ഒരു 4 പഴമൊക്കെ കൊടുത്തിട്ട് ഈ വലിയ ഗാലക്സിയൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് നമ്മളൊരു 4 പഴമൊക്കെ ആയിട്ട് പോയി, പൂവൊക്കെ, അത് അമ്പലത്തിന് മുന്നിലൊക്കെ ഇങ്ങനെ പൂവളത്തലയൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാർട്ടി അണക്കാൻ. ഇപ്പം ഗാലക്സിയെ പറ്റിയൊക്കെ അവർ പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഭൂമി കാണാതെ പോയാൽ അറിയത്തില്ല, അതുപോലെ വലുതാണ്. അതൊക്കെ ഉണ്ടാക്കിയ ഒരു വിദ്വാനെയാണ്, അത് വിദ്വാനാണോ വിദ്വത്തിയാണെന്നോ എനിക്കറിഞ്ഞൂടെ. പക്ഷേ ഈ പാർട്ടിയെ ഇങ്ങനെ ഇണക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കണ്ടെത്തിയത് ഈ മനുഷ്യരുടെ ഒരു ആവശ്യമാണെന്നറിയാം. ദൈവത്തിനെ ഉണ്ടാക്കിയത് ഇത്രയുള്ള 3-4 കാരണങ്ങൾ ഒന്നിച്ച് ചേർന്ന് വന്നപ്പോൾ ഓരോ സമയങ്ങളിലായിട്ട് വന്നതാണ്. അങ്ങനെയാണ് എല്ലാ ഗോത്രത്തിനും കുലദൈവം ഉണ്ടായത്. നമ്മുടെ ഗോത്രത്തിനെ സ്പെഷ്യലായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ രൂപത്തിൽ അതേ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അൽസേഷ്യൻ പട്ടിയായിരുന്നു ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ ഭയങ്കര അൽസേഷ്യൻ പട്ടിയായിട്ട് ദൈവം വരുന്നേനെ. നമ്മുടെ ദൈവങ്ങളെല്ലാം മനുഷ്യരൂപത്തിലല്ലേ ഉണ്ട്. ഒക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പേടിച്ചതിനോടല്ല ഇതുപോലെ നമുക്ക് ഈ പാമ്പിനെ പേടിയാണ്. കാരണം ഈ കൊച്ചു ജീവി അതെന്ത് ചെയ്തിട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് കടിച്ചാൽ നമ്മളെ ചത്തുപോകും, നല്ല പേടിയാണ്. അതുകൊണ്ട് പേടിച്ച സ്ഥലവും ഇതിനകത്തിങ്ങനെ ചേർക്കും. അറിഞ്ഞുകൂടാത്ത അറിവിന് ഇപ്പം മീൻകറി വയ്ക്കുന്ന സമയത്തൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ വിഷമിക്കും. അപ്പോഴും നമ്മൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. അനിശ്ചിതത്വം അനുഭവിക്കുമ്പോൾ ആശ്രിതത്വം ഉള്ളതുകൊണ്ടാണ് വിളിച്ചു. ഇത് വിളിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല, എല്ലാം ഇഷ്ടം പോലെ വിളിച്ചോണം കേട്ടോ. അതൊരു ആവശ്യമാണ്. നമുക്കൊരു ബലമുണ്ട്, അപ്പുറത്തൊരാളുണ്ട്, ആ ആൾ നമ്മളെ കൈകാര്യം ചെയ്തോളം നമുക്കൊരു കൈവശം വരും എന്ന് പറയുന്ന അർത്ഥമേ ഉള്ളതിന്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവന്മാരെല്ലാവരും കൂടെ ഓരോ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ അമ്പലവും പള്ളിയൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് വേറെയാണ്. പക്ഷെ സ്വാഭാവികമായി സംഘത്തിനകത്തുണ്ടായിരുന്ന സാധാരണ ജീവികളായിരുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതെന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല കുലങ്ങളെ ചേർത്തപ്പോൾ പല കുലദൈവങ്ങളെ ചേർത്ത് ഒരു ദൈവം, അങ്ങനെയാണ് പ്രധാന ദൈവവും ഉപദൈവവും ഒക്കെ ഉണ്ടായത്. ഈ ആളുകളെയൊക്കെ ചേർത്തപ്പോൾ അവരുടെ ദൈവത്തിനെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയാണ് നമ്മൾ രാജ്യം ഉണ്ടാക്കിയപ്പോൾ പ്രധാന ദൈവവും ഉപദൈവവും ഒക്കെ ഉണ്ടായി. പല രാജ്യങ്ങളെ ചേർത്ത് സാമ്രാജ്യം ഉണ്ടാക്കിയപ്പോൾ ഈ ദൈവങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ദൈവത്തിനെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ ദൈവത്തിനെ പലതരത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബലം കൊണ്ടാണ് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ആക്രമിക്കാൻ വരുന്നവൻ ആദ്യം ഈ ദൈവത്തിന് തലക്കിലെണ്ണം കൊടുക്കും, മറ്റവൻ്റെ ദൈവത്തിനെ തല്ലിപ്പൊട്ടിച്ച് ഇവൻ്റെ ബലം മുഴുവൻ. അപ്പം ഇതൊക്കെ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്.
ഇതുകൊണ്ടാണ് ഈ ക്ഷേത്രവും അമ്പലവും ഒക്കെ എല്ലാം തല്ലിപ്പൊട്ടിച്ച് അവിടെ പൊതുസ്വത്താണ്. അതുകൊണ്ട് അവിടെ എല്ലാം കൊണ്ടുപോയി സ്വത്തൊക്കെ അവിടെ ഒളിച്ചു വെക്കാൻ പറ്റും. ഇവിടെ കണ്ട് ഈ പത്മനാഭൻ്റെ പെരയുടെ കീഴിൽ നിലവറ ഉണ്ടാക്കി ഇവന്മാർ വെച്ചത് എന്താണെന്നറിയോ? ഇവിടുത്തെ ഈ കൊന്തൻ രാജാക്കന്മാർ അവന്മാരത് വെച്ചത് എന്ന് പറഞ്ഞാൽ അവർ ഈ അപ്പുറത്തുള്ള അനന്തരവന്മാരൊക്കെ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വയ്ക്കുന്നത്. കാരണം ദൈവത്തിന് ഇവന്മാർക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ അവിടെ വെച്ചാൽ എടുത്താൽ കുഴപ്പമായി പോകുന്ന പേടിച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. പണ്ട് ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് രാജാവ് പോയി ഒരു ക്ഷേത്രത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊല്ലത്തില്ല. അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ സീജ് ചെയ്യും, വൃത്തത്തിലിരിക്കും. അതിന് വിശന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സേഫ് സോണുള്ള ഒരു ഏരിയയൊക്കെ ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള പലതരത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടെ ഒക്കെ ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ദൈവമൊക്കെ ഉണ്ടായത്. പക്ഷെ ആദ്യകാലത്ത് ഈ വിശ്വാസമൊക്കെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഇണങ്ങി വന്നപ്പോഴാണ് ഉണ്ടായത്.